ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു ശുദ്ധീകരണ കാലമുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് മണ്ഡലകാലം അവരുടെ ശുദ്ധീകരണ കാലം. ഇസ്ലാം സഹോദരങ്ങൾക്ക് റമദാൻ മാസം അവരുടെ ശുദ്ധീകരണ കാലമാണ്. ക്രൈസ്തവർക്ക് നോമ്പുകാലം അവരുടെ ശുദ്ധീകരണ കാലമാണ്. പരിശുദ്ധ സഭ വലിയ നോമ്പാകുന്ന വലിയ യാത്രയിലൂടെ യേശുതമ്പുരാന്റെ പീഠാവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ വേളയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണമായിട്ടുള്ള ദിവസങ്ങളായിട്ട് ഇത് മാറ്റപ്പെടുവാൻ ഇടയാകണം. ഒരു വലിയ ജനസമൂഹം യേശുതമ്പുരാന് ഓശാന പാടി തങ്ങളുടെ വസ്ത്രങ്ങളെ വഴിയിൽ വിരിച്ച് തിരുവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് അവർ കുരുത്തോലകളും പുഷ്പങ്ങളും വിതറി അവനെ രാജകീയമായി എതിരേറ്റു. അതേ ജനസമൂഹം തന്നെ 2 നാൾ പിന്നിടുമ്പോൾ ദുഷ്ടനും ചതിയനും തിന്മയിൽ ജീവിച്ചവനുമായ ഒരു മനുഷ്യനു വേണ്ടി യേശുതമ്പുരാനെ തള്ളിപ്പറയും. ബറാബാസിനെ വിട്ടു നൽകുവാൻ തക്കവണ്ണമായിട്ട് അവർ ആർത്തുല്ലസിക്കുമ്പോൾ ആ വലിയ ജനസമൂഹത്തിനിടയിൽ അവനിൽ നിന്നും നന്മകളെയും അവനിൽ നിന്നും രക്ഷയെയും അവനിൽ നിന്ന് കൃപകളെയും രോഗസൗഖ്യത്തെയും ഒക്കെയും നേടിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നേക്കാം. പക്ഷേ അവരൊക്കെയും അവിടെ മൗനികളായിരുന്നു. വീണ്ടും ഗോഗുൽഥായുടെ ഗിരിശൃംഖങ്ങളിലേക്ക് അവനെ ക്രൂശിക്കുവാൻ തക്കവണ്ണമായിട്ട് കൊണ്ടുപോകുമ്പോഴും ഒരു വലിയ ജനസമൂഹം അവനെ പിൻപറ്റി. ആരും തന്നെ അവന്റെ വേദനയെ അവനെ താങ്ങുവാൻ തക്കവണ്ണമായിട്ട് അവന്റെ വിയർപ്പിനെ അവന്റെ ചോരത്തുള്ളികളെ ഒന്ന് ഒപ്പുവാൻ തക്കവണ്ണമായിട്ട് ആരും തുനിഞ്ഞില്ല. പ്രിയമുള്ളവരെ, വലിയ നോമ്പിന്റെ ഈ അവസാന നാളുകളിൽ കൂടി ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ളൊരു ബോധ്യവും ചിന്തയും ഇതുതന്നെയാണ്. എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മറുവിലയായി കാൽവറിയിൽ ചിന്തിയതായിട്ടുള്ള സ്വന്തം ജീവനെ സമർപ്പിച്ചതായിട്ടുള്ള ആ തിരുരക്തം വഴി എനിക്കും നിങ്ങൾക്കും നാം ഓരോരുത്തർക്കും നന്മയും രക്ഷയും ഉണ്ടാകണം. അവൻ പ്രവേശിച്ചതായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ആ സ്ലീബായി അവന്റെ പ്രവേശനം മൂലം അത് ജയത്തിന്റെ അടയാളമാക്കി തീർത്തുവെങ്കിൽ ആ ജയമുള്ള സ്ലീബ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ തലമുറയ്ക്ക് രക്ഷയും നന്മയും ഉണ്ടാകണം. ആ കാൽവറിയിൽ ചീന്തിയതായിട്ടുള്ള രക്തം നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകുമ്പോഴാണ് നാം അവനുള്ളവരായി തീരുന്നത്. അല്ലാത്ത പക്ഷം ഇതൊക്കെയും അവനിൽ നിന്നും നന്മയൊക്കെയും പ്രാപിച്ചിട്ട് അവന്റെ പീഡകൾക്ക് സാക്ഷികളായി ഒന്നും അനങ്ങാതെ കാൽവറിയുടെ ഗിരിശൃംഖങ്ങളിലേക്ക് സഞ്ചരിച്ചതായിട്ടുള്ള വ്യക്തികളോട് സമമായി മാറും. അപ്രകാരം ആയിത്തീരുവാൻ ഇടയാകാതെ ഒരാത്മ സമർപ്പണത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും നല്ല നാളുകളായി തീരുവാൻ ഈ പരിശുദ്ധ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ ഉത്ഥാന പെരുന്നാളിൻ്റെതായ എല്ലാ കൃപകളും നമ്മിൽ, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മെ കൂടുതൽ പ്രകാശപൂരിതമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന്